ടി ജി ഗുരുവായൂരപ്പൻ്റെ കാര്യമാണ്. ഗുരുവായൂർ ദേവസ്വം ഭക്തപ്രിയ എന്ന പേരിലൊരു മാഗസിൻ ഇറക്കുന്നുണ്ട്. ഗുരുവായൂരപ്പൻ്റെയും ഹിന്ദു വിശ്വാസവും ഒക്കെ പ്രചരിപ്പിക്കാനുള്ള മാസികയാണ്. അതിൻ്റെ പത്രാധിപ സമിതിയിൽ CPI നേതാവും അവരുടെ സാഹിത്യ സംഘടനയായ യുവകലാസാഹിതിയുടെ പ്രസിഡൻറ്റുമായ ആലങ്കോട് ലീലാകൃഷ്ണനുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നു, ഭഗവത്ഗീത ഒരു പരാജയപ്പെട്ട ഗ്രന്ഥമാണ്, രാമനും കൃഷ്ണനുമൊക്കെ വെറും കഥാപാത്രങ്ങളാണ്. ഇങ്ങനെയുള്ള ആളുകളാണോ ഗുരുവായൂരപ്പൻ്റെയും ഹിന്ദു വിശ്വാസവും പ്രചരിപ്പിക്കാനുള്ള ഒരു മാസികയുടെ പത്രാധിപ സമിതിയിൽ ഇരിക്കേണ്ടത്? അതൊക്കെ എന്തെങ്കിലും അലവൻസും ശമ്പളമൊക്കെ കിട്ടാനുള്ളൊരു ഏർപ്പാടല്ലേ പത്രാധിപ സമിതിയിൽ വഹിക്കുക എന്ന് പറയുന്നത്. ഇവരൊക്കെ ഈ അരാജകവാദികളാണ്. ആലങ്കോട് ലീലാകൃഷ്ണൻ എന്നൊക്കെ പറയുന്ന കക്ഷി നാളെത്രയായി ഇവരൊക്കെ ഓരോന്നൊക്കെ എഴുതിയും പറഞ്ഞും കവിത എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നു. വല്ല ഇമ്പാക്റ്റും ഉണ്ടായിട്ടുണ്ട്. അവരുടെ ഒരു കോക്കസിൽപ്പെട്ട് കുറച്ച് കാശൊക്കെ ഉണ്ടാക്കും. സാഹിത്യ അക്കാദമി, മറ്റേ കേരളീയം, തേങ്ങാന്നൊക്കെ പറഞ്ഞിട്ട് നടക്കും. എന്നിട്ട് ഇതുപോലത്തെ കുറേ അഭിപ്രായങ്ങളൊക്കെ പറയും. ലുക്ക്, ഭഗവത്ഗീത ഈസ് സോ ഗ്രേറ്റ്. ഞാൻ പറയട്ടെ, നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു ഗ്രന്ഥം ഭഗവത്ഗീതയാണ്. മഹാത്മാഗാന്ധിക്ക് പ്രിയപ്പെട്ട ഗ്രന്ഥമായിരുന്നു, തിലകന് പ്രിയപ്പെട്ട ഗ്രന്ഥമായിരുന്നു, വിനോബാ ഭാവെയ്ക്ക് പ്രിയപ്പെട്ട ഗ്രന്ഥമായിരുന്നു. ആരാണ് ഗീതയ്ക്ക് വ്യാഖ്യാനം എഴുതാത്ത ഒരാളെന്ന് കണ്ടുപിടിക്കാൻ പ്രയാസം. ഇവരെല്ലാം ഗീതയ്ക്ക് വ്യാഖ്യാനം എഴുതിയ ആൾക്കാരാണ്. മഹാത്മാഗാന്ധി പോലും അനാസക്തി യോഗം അതൊരു പരാജയപ്പെട്ട ഗ്രന്ഥമാണെങ്കിൽ കുറഞ്ഞത് അവർ സമ്മതിക്കുന്നൊരു കണക്കാണ് ഞാൻ പറഞ്ഞത്, 5000 വർഷം. 5000 വർഷത്തെ പഴക്കമുള്ള ഈ ഗ്രന്ഥം ഇന്നും പ്രസക്തമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ആലങ്കോട് ലീലാകൃഷ്ണൻ്റെ ആ ഭാഗത്തുള്ള, അദ്ദേഹം CPMലായിരുന്നു, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. ഏതായാലും ഇടതുപക്ഷ, മതനിരപേക്ഷ, ജനാധിപത്യ, വർഗ, ബഹുജന, ഡിമാല ഗുണ്ടന്മാരിൽ ഒരാളായിരുന്നു നായനാർ. അദ്ദേഹം വത്തിക്കാനിൽ പോയപ്പോൾ പോപ്പിന് കൊടുത്തത് എന്താ? ഗീതയാണ്. ഈ പരാജയപ്പെട്ട ഗ്രന്ഥമാണ്. അതിനേക്കാൾ വലിയ കമ്മ്യൂണിസ്റ്റൊന്നും അല്ല ആലങ്കോട് ലീലാകൃഷ്ണൻ. അതെ 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 അല്ലല്ല, ആലങ്കോട് ലീലാകൃഷ്ണൻ പാവം മരിച്ചുപോയി. ഈ ചന്ദ്രശേഖരൻ നായർ. ഈ ചന്ദ്രശേഖരൻ നായരോട് ചോദിച്ചാൽ അദ്ദേഹത്തിന് മറുപടി പറയുമായിരുന്നു. പോട്ടെ, ഇപ്പം മുല്ലക്കര രത്നാകരനോടൊന്ന് ചോദിച്ചാൽ മതി, അങ്ങേരും മറുപടി പറയും. പന്നിൻ്റെ ചോദിച്ചാലും പറയും. ഒരു പക്ഷേ പറഞ്ഞു എന്ന് വരും. ചിലപ്പോൾ പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാത്തതുകൊണ്ട്, ഇപ്പം തിരഞ്ഞെടുപ്പ് വരുന്നതുകൊണ്ടും ചിലപ്പോൾ പറഞ്ഞില്ല എന്നും വരും. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ചോദിക്കണം. ഈ നമ്പറുകളൊക്കെ പരാജയപ്പെട്ട ഒരു ഗ്രന്ഥം ഒരിക്കലും പരാജയപ്പെടുന്നില്ല. ഒരു ഗ്രന്ഥവും പരാജയപ്പെട്ടിട്ടില്ല. എഴുതി വെച്ച വാക്കുകൾ എല്ലാം വിജയിച്ച വാക്കുകളാണ്. അത് ചില കാലഘട്ടത്തിൽ അത് പ്രസക്തമാകുമ്പോൾ അതിൻ്റെ പ്രസക്തി പൊങ്ങി വരും. ഞാൻ പറയുന്നത് ഇവരെഴുതുന്ന ചവറിനെ പറ്റിയൊന്നുമല്ല കേട്ടോ. ഒരു ആളുകൾക്ക് പുസ്തകം എഴുതാൻ തരക്കേടൊന്നുമില്ല. ആ പുസ്തകങ്ങളെ പറ്റില്ല ഞാൻ പറയുന്നത്. ഇതിഹാസങ്ങൾ ഒരെണ്ണം പോലും പാഴായിട്ടില്ല. ഇതൊന്നുമില്ലെങ്കിൽ ഇതിനെ ഉപജീവിച്ച് അടുത്തൊരു നോവൽ ഒരാൾ എഴുതും. അതെ അതെ. VT നന്ദകുമാർ കർണൻ എഴുതും, MT വാസുദേവൻ നായർ 2-ാം ഊഴം എഴുതും, PK ബാലകൃഷ്ണൻ ഇനി ഞാൻ ഉറങ്ങട്ടെ എഴുതും. അതെ. രാമായണത്തെയും മഹാഭാരതത്തെയും ഉപജീവിച്ച് എത്ര കഥകൾ, കവിതകൾ എത്ര എണ്ണം ഉണ്ടായി. എത്ര പേർക്ക് ജ്ഞാനപീഠം കിട്ടി. എത്ര പേര് അതിനെ ആശ്രയിച്ചെഴുതിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴും. അങ്ങനത്തെ ഗ്രന്ഥം പരാജയപ്പെട്ടെന്ന് വെച്ചാൽ ഉത്തരവാദിത്വമില്ലാതെ എന്തെങ്കിലും വിടുവായത്തൊക്കെ പറയുക, ഇതാണ്. അല്ല ടി ജി, ഇങ്ങനെയുള്ള ആളുകളെ ഈ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ സ്ഥാനങ്ങളിലൊക്കെ ഇരുത്തുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ... ഗുരുവായൂർ ദേവസ്വം അവരുടെ കയ്യിലല്ലേ? ദേവസ്വം കമ്മ്യൂണിസ്റ്റുകാരുടെ കയ്യിലാണ്. സർക്കാർ നിയോഗിക്കുന്ന കമ്മിറ്റിയല്ലേ ദേവസ്വം. ഗുരുവായൂർ ദേവസ്വം സെപ്പറേറ്റ് കമ്മിറ്റിയാണല്ലേ ഭരിക്കുന്നത്, ഭരണസമിതി. ആ ഭരണസമിതിയിൽ ഇരിക്കുന്നവർ കമ്മ്യൂണിസ്റ്റുകാരാണ്. അവർ CPIക്കാരെയും CPMകാരെയും ഭക്തപ്രിയയുടെ എഡിറ്റോറിയൽ വയ്ക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഗസ്റ്റ് ഹൗസിൻ്റെ മാനേജറായിട്ട് വയ്ക്കും, പുറംവാതിൽ നിയമനം നടത്തി. ഇതെല്ലാം നാളെ ഭക്തപ്രിയ ഗുരുവായൂരപ്പൻ അല്ല ശ്രീകൃഷ്ണൻ ഇല്ലായിരുന്നു, ഭക്തപ്രിയയിൽ സ്റ്റാലിൻ്റെ ചിത്രം അടിച്ചു വരും. എന്ത് ചെയ്യാൻ പറ്റും? ഭക്തന്മാർക്ക് ഇത് വേണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അല്ല, ഭക്തന്മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണിക്കിടാനല്ലേ പറ്റുള്ളൂ. ഭക്തന്മാർക്ക് ചെയ്യാവുന്നത്, ഈ ഞാൻ പറയുമ്പോൾ താനെന്താ പറയുന്നത്, ഭക്തന്മാർ ഇന്ന് വരെ ഈ ഗുരുവായൂർ ദേവസ്വത്തെ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കാനൊരു സമരം നടത്തിയിട്ടുണ്ട്. മറ്റ് ക്ഷേത്രങ്ങൾ 1811 കേണൽ മൺറോ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കേണൽ മൺറോ ഏറ്റെടുത്തതാണ്. ഗുരുവായൂർ ദേവസ്വം 1978 ഏറ്റെടുത്തതാണ്. അത് മോചിപ്പിക്കണമെന്ന് ഹിന്ദുക്കൾക്ക് തോന്നാത്തത് കരുണാകരൻ ചെയ്തതാണ്. കരുണാകരൻ ചെയ്തതായിക്കോട്ടെ, നയനാർ ചെയ്തതായിക്കോട്ടെ,
ഗവൺമെൻറ്റാണ്. അവിടെ ഞാനൊരു വ്യക്തിയെ കാണുന്നില്ല. ഗവൺമെൻറ് ഈസ് എ കണ്ടിന്യൂറ്റി. കരുണാകരന് ശേഷം വന്നവർക്ക് വേണമെങ്കിൽ അത് തിരിച്ചു കൊടുക്കാമായിരുന്നു. കരുണാകരൻ ചെയ്തത് തെറ്റാണെങ്കിൽ അവർ കൊടുത്തില്ല. എവരിബഡി എൻജോയ്ഡ് ദാറ്റ്. ഈവൻ ടുഡേ ദേ ആർ എൻജോയിങ്. ഹിന്ദുക്കൾക്ക് ഒരു സമരം സംഘടിപ്പിച്ചാൽ എന്താ? ലുക്കറ്റ്, ഞാൻ പറയുന്നത് ഇപ്പോൾ കർഷക സമരം നോക്കൂ ഡൽഹിയിൽ. അവരെന്താ ചെയ്യുന്നത്? ഞങ്ങളുടെ ഡിമാൻഡ് അംഗീകരിക്കുന്നവരെ ഞങ്ങൾ പിരിഞ്ഞു പോവില്ല. ഞങ്ങൾ ഡൽഹിയിൽ പാർലമെൻറ്റിന് മുമ്പിൽ ഞങ്ങൾ കുത്തിയിരിക്കും. സമാധാനപരം എന്നൊക്കെയാണ് പറയുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഇവൻ്റെ സ്വഭാവം മാറും. അത് വേറെ കാര്യം. ബട്ട് ഒരു സമരമാർഗമാണത്. വളയുക. നിങ്ങൾ ഗുരുവായൂരമ്പലത്തിന് മുമ്പിൽ ഗംഭീരമായൊരു സത്യാഗ്രഹം, 24 hours സത്യാഗ്രഹ പന്തൽ ആളുണ്ടാകും. കുറഞ്ഞത് 2500 പേര് എവറി ഡേ. മനസ്സമാധാനം ഉണ്ടാവില്ല ഒരു സർക്കാരിന്. യു ഹാവ് സെവറൽ ടൈപ്സ് ഓഫ് അജിറ്റേഷൻസ്. ഈ ക്ഷേത്ര പ്രവേശനത്തിനായിട്ട് ഗുരുവായൂർ നടന്ന സമരമില്ലേ? ഹിന്ദുവിന് മേല് നോവാൻ കഴിയില്ലെങ്കിൽ ആര് സംരക്ഷിക്കും ഹിന്ദുവിനെ? എന്നെപ്പോലെ ഇതിന് ആരോഗ്യമില്ലാത്തവൻ്റെ ആശ്രയമാണ് കോടതി. ഞാനെപ്പോഴും പറയാറുണ്ട്, കോടതി ദുർബലന്മാർക്കുള്ളതാണ്. ശക്തിമാനുള്ള സ്ഥലമല്ല കോടതി, ദുർബലന്മാർക്ക്. അയാൾ ഒറ്റയ്ക്കേ ഉള്ളൂ. അയാൾ എന്ത് ചെയ്യും? നീതി കിട്ടണം, കോടതിയിൽ പോകും. ബലമുള്ളവനാണെങ്കിലോ പിടിച്ച് നിൽക്കണം, അവിടെ വെക്കി സാധനങ്ങൾ, ഇതെൻ്റെതാണ്, തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്നു, അവിടെ തിരിച്ചു പിടിക്കും. എനിക്ക് ശക്തിയില്ല, ഞാൻ എന്ത് ചെയ്യും? എൻ്റേത് സുല്ല് പിടിച്ചുകൊണ്ട് പോയി എനിക്കത് തിരിച്ചു മേടിച്ച് കോടതി ഇടപെട്ട് പോലീസിനെ വിട്ട് പിടിച്ച് വെച്ചു എടുക്കും. അപ്പോൾ ദുർബലന്മാരുടെ ആശ്രയമാണ് കോടതി, ബലമുള്ളവരുടെ അല്ല. ബലമുള്ളവർ പലപ്പോഴും കോടതിയെ ആശ്രയിക്കാതെ, കാരണം കാലതാമസം വരും കോടതിയിൽ. അത് കോടതിയുടെയും കുറ്റമല്ല, ഹിസ്റ്റോറിക്കൽ റീസൺ. അല്ല, ഇപ്പോൾ കേരളത്തിലെ ഹിന്ദുക്കൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നത് കേന്ദ്രത്തിൽ വീണ്ടും മോദി വരും, മോദി ഇപ്പോൾ ക്ഷേത്രങ്ങളൊക്കെ തിരിച്ചു തരും എന്നാണ്. അത് തെറ്റാണ്. മോദി അത് ചെയ്യാൻ പോകുന്നില്ല. ഒന്ന്, ഉത്തരാഖണ്ഡിൽ BJP സർക്കാർ തന്നെ 51 ക്ഷേത്രങ്ങൾ ഏറ്റെടുത്തു. മോദി ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അത് ഏറ്റെടുക്കുമായിരുന്നില്ല. മോദി പറഞ്ഞില്ല. മാത്രമല്ല, അതിൻ്റെ കേസ് വന്നു കഴിഞ്ഞപ്പോൾ കേന്ദ്ര സർക്കാർ സബ്മിറ്റ് ചെയ്ത് ഞങ്ങൾക്കൊന്നും പറയാനില്ല എന്നാണ്. ദാറ്റ് ഇസ് എ സ്റ്റേറ്റ്സ് വി ഡോണ്ട് വാണ്ട് ടു ഇൻ്റർഫിയർ എന്ന് പറഞ്ഞ് മോദി ഒഴിഞ്ഞു. മോദി അത് ചെയ്യാൻ പോകുന്നില്ല. മാത്രമല്ല, അത് ചെയ്യുന്നത് ശരിയുമല്ല. ഞാൻ പറയുന്നത്, നിങ്ങൾ ഇപ്പോൾ കേന്ദ്ര സർക്കാരെ ഏറ്റെടുത്തു. ആചന്ദ്രതാരമേ സന്തതി പ്രവേശനമേ നരേന്ദ്രമോദി അവിടെ ഇരിക്കാൻ പോകുന്നില്ലല്ലോ. നാളെ രാഹുൽ ഗാന്ധി വന്നു എന്ന് വയ്ക്കുക, പോയില്ല. വേറെ ഏതെങ്കിലും BJP നേതാക്കൾ തന്നെ എല്ലാം സ്റ്റെർലിംഗ് ക്യാരക്ടേഴ്സ് ഉള്ളവരാണ്. നാളെ ഇത് അധപ്പതിക്കും കേന്ദ്രത്തിനും കൊടുത്തു കഴിഞ്ഞാൽ. അല്ല, കേന്ദ്രം എടുക്കണ്ട, ജനങ്ങൾക്ക്, വിശ്വാസികൾക്ക് വിട്ടുകൊടുത്താൽ മതി. വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് എങ്ങനെ വിട്ടുകൊടുക്കും? അതൊരു ചോദ്യമുണ്ട്. എങ്ങനെ വിട്ടുകൊടുക്കും? ആർക്ക് വിട്ടുകൊടുക്കും? അതിനുള്ള ഉത്തരം കേരളത്തിൽ മാത്രമേ ഉള്ളൂ, മറ്റ് സംസ്ഥാനങ്ങളിലില്ല. കേരളത്തിൽ 1983 2 ഹിന്ദു മഹാസമ്മേളനങ്ങൾ കൂടി. അന്ന് എല്ലാവരും, രാമകൃഷ്ണ മിഷൻ, ചിന്മയ മിഷൻ, അമൃതാനന്ദമയി മഠം അന്ന് വലിയൊരു ഫോഴ്സായിട്ടില്ല. ബട്ട് അവരുടെ ചില്ലറ സഹകരണങ്ങളുണ്ടായിരുന്നു. NSS, SNDP, പുലയമഹാസഭ, വെള്ളാള സഭ, എല്ലാവരും ചേർന്നു. അതായിരുന്നു ഏറ്റവും വലിയ ജനമുന്നേറ്റം. അത് കുട്ടികൾക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അതിൻ്റെ ഫോട്ടോയൊന്നുമില്ല. അന്ന് ഇൻ്റർനെറ്റില്ല, ഒന്നുമില്ല. 1983 അല്ലേ, ചിന്മയാനന്ദ സ്വാമിയൊക്കെ ഉള്ള കാലമാണ്. അപ്പോൾ ഇപ്പോൾ ഏറ്റവും വലിയ സമരം ഹിന്ദുക്കൾ നടത്തിയെന്ന് പറഞ്ഞാൽ ശബരിമലയാണെന്ന് പലരും ധരിക്കുന്നു, ബിക്കോസ് സോഷ്യൽ മീഡിയ ഈസ് ദയർ. ബട്ട് ഇറ്റ് വാസ് നോട്ട്. ആക്ച്വലി അന്നായിരുന്നു ഏറ്റവും വലിയ സമരം. അതിൽ പരിഭ്രമിച്ചു പോയ സർക്കാർ വെച്ചതാണ് ശങ്കരൻ നായർ കമ്മീഷൻ. 1984 ശങ്കരൻ നായർ ഏകാംഗ കമ്മീഷനായിരുന്നു. ശങ്കരൻ നായർ തിരുവിതാംകൂറിൻ്റെ ലോ മെമ്പറായിരുന്നു, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ലോ ഓഫീസറായിരുന്നു. റിട്ടയർ ചെയ്ത ശങ്കരൻ നായരെയാണ് ഏകാംഗ കമ്മീഷനായിട്ട് നിയമിച്ചത്. ശങ്കരൻ നായർ ആ റിപ്പോർട്ടിൽ എങ്ങനെ ഇത് ജനങ്ങൾക്ക് കൊടുക്കാം എന്ന് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും ചോദിക്കും, എങ്ങനെ കൊടുക്കാം? ശങ്കരൻ നായർ റിപ്പോർട്ട് ഇവിടെ എന്നൊക്കെ ചോദിക്കും. It's all bogus. See, you are not going to get anything out of reading an old report. Do something on the street, then only your voice will be heard. നിങ്ങളുടെ ശബ്ദം തെരുവിൽ കേൾക്കണം. ജനാധിപത്യത്തിൽ തെരുവിലാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, കോടതിയിലല്ല. തെരുവിൽ പോകാൻ പേടിയുള്ളവൻ, എന്നെ പോലെയുള്ളവൻ, എനിക്ക് വെയിലത്ത് മുദ്രാവാക്യം വിളിക്കാനുള്ള പ്രായമൊക്കെ കഴിഞ്ഞു.
എനിക്കിപ്പോൾ അതിനുള്ള ത്രാണിയില്ല. വിളിക്കേണ്ട കാലത്ത് ഞാൻ കുറേ വിളിച്ചൊക്കെ നടന്നു, ആരും കേട്ടില്ല. എല്ലാം വനരോധനമായിട്ട് കലാശിച്ചു. 13 പേരെ വെച്ച് ഈ എറണാകുളത്ത് ഞാൻ ജാഥ നടത്തിയിട്ടുണ്ട്. വെറും 13 പേര്. എത്ര അപഹാസ്യമായ ജാഥയാണെന്ന് ആലോചിച്ചു. 50 പോലീസുകാർ. കാരണം ഹിന്ദു തീവ്രവാദികളാണ്. ഇവരെങ്ങാനും തീയിട്ടെങ്കിലും എന്ന് ഈ ഞാനാണ് ഏറ്റവും വലിയ തീവ്രവാദി. ഒരു വെറുതെ ഒന്ന് ഊതിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു പോകും. പക്ഷേ ലിസ്റ്റിൽ സവർണ ഫാസിസ്റ്റ് തീവ്രവാദിയാണ്. ഇവന് കാവൽ നിൽക്കാൻ 4 പോലീസുകാരുണ്ട്. അങ്ങനെ 13 പേർക്ക് 50 പോലീസുകാർ വേണ്ടിയിട്ട് കലൂരിൽ നിന്ന് റിസർവ് ബാങ്ക് വരെ ജാഥ നടത്തി ഞങ്ങൾ. റിസർവ് ബാങ്കിന് മുന്നിൽ ജാഥ അവസാനിച്ചു. അന്ന് ക്ഷേത്രങ്ങളുടെ സ്വർണം മുഴുവൻ റിസർവ് ബാങ്കിൽ സൂക്ഷിക്കാൻ ചിദംബരം ഒരു ആലോചന കൊണ്ടുവന്ന് ആ ആലോചനയ്ക്കെതിരെയാണ് നടത്തിയത്. 13 പേരെ കിട്ടിയത്. എനിക്ക് സോഷ്യൽ മീഡിയയിൽ എൻ്റെ ഫോളോയിങ്സ് എത്രയാണെന്നറിയാമോ? മോർ ദാൻ 2 lakhs ഇൻ ഫേസ്ബുക്ക്, മോർ ദാൻ 68,000 ഇൻ ട്വിറ്റർ. ഭയങ്കര ഹീറോയാണ് ഞാൻ. മൈ വീഡിയോസ് ആർ ലൈക്ക് ബൈ സോ മെനി പീപ്പിൾ. ബട്ട് ഞാൻ റോഡിൽ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യനില്ല. 13 പേര് എന്നോടുള്ള സഹതാപം കൊണ്ടുവന്നതാണ്. അതെ അതെ. ഈ പാവപ്പെട്ട ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നാണക്കേടാണെന്ന് വിചാരിച്ചിട്ട് ബാക്കി 12 പേര് വേറൊരുത്തൻ എടാ അങ്ങേര് പിന്തിരിയുന്നില്ല ഞാൻ പറഞ്ഞിട്ട് ആദ്യം എന്നോട് പറഞ്ഞു, ചേട്ടാ അതിനൊന്നും ആൾ വരില്ല. ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ ഒറ്റയ്ക്ക് പോകും. വേണോടാ ഞാൻ വരാൻ. വഴിയിൽ ഞാൻ വീണ് പോയാൽ വാരി എടുക്കാനാണ് ഈ 12 പേര് വന്നത്. ദിസ് ഇസ് സിറ്റുവേഷൻ. ആൻഡ് യു ആർ ടോക്കിംഗ് അബൌട്ട് ബിഗ് തിങ്സ്. മലമറിക്കാൻ പോകും അത് ഇതെന്നൊക്കെ പറഞ്ഞു. എന്തായാലും മോദി വീണ്ടും വരും. അമ്പലങ്ങളൊക്കെ തിരിച്ച് എടുത്തത് നമുക്ക് തരുമെന്ന് കരുതുന്ന ആളുകൾ ഇതൊന്നും കേട്ടില്ല. അത് ചെയ്യാൻ സാധ്യമല്ല മോദിക്ക്. അമ്പലം ബേസിക്കലി ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ ഇരിക്കുകയാണ്. എന്ത് കാരണം പറഞ്ഞാലും മോഡി അത് ഏറ്റെടുക്കേണ്ടത് സ്വീപ്പിംഗ് ആയിട്ട് ചുമ്മാ ഒരു ഓർഡിനൻസ് ഇറക്കിയിട്ട് അങ്ങ് ഏറ്റെടുക്കണം. പീപ്പിൾ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ലിമിറ്റേഷൻസ്. ഈ ഭരണകൂടത്തിനും കോടതിക്കും ഒക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. ലിമിറ്റേഷൻ ഇല്ലാത്തത് മനുഷ്യശക്തിക്കാണ്. ആ ശക്തി നിങ്ങൾ തെരുവിൽ കാണിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അല്ല, അതിന് വയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ ആഗ്രഹിക്കുന്നത്. അല്ല, അതിൽ തെറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, ദുർബലൻ്റെ ആശ്രയമാണ് കോടതി. ദുർബലൻ്റെ ആശ്രയം അല്ലെങ്കിൽ പ്രതീക്ഷ ഇപ്പോൾ മോദിയും കൂടിയാണ്. അല്ല, ഈ മോദിക്ക് അത് മോദിക്ക് ലിമിറ്റേഷനുണ്ട്. മോദിക്ക് ഒരു കാര്യം ലീഗലി ശരിയാണെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പുറത്ത് ഒരു ഓർഡിനൻസ് ഇറക്കാൻ പറ്റില്ല. അതിൻ്റെ കോൺസിക്വൻസസ് ഭയങ്കരമായിരിക്കും. എത്ര സ്ഥലത്ത് ജനം ഇത് സർക്കാർ ഏറ്റെടുത്തെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയാം. അതെ അതെ, അങ്ങനെയുണ്ട്. ഇപ്പോൾ നമ്മുടെ വൈഷ്ണോദേവി ക്ഷേത്രം ഏറ്റെടുക്കുന്നത് ജഗ്മോഹൻ ലഫ്റ്റനന്റ് ഗവർണർ ആയിരിക്കുമ്പോഴാണ് കാശ്മീരിൽ. ജഗ്മോഹൻ അതേപ്പറ്റി ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്, ഹിസ് എക്സ്പീരിയൻസ് ഇൻ വൈഷ്ണോദേവി. വെസ്റ്റഡ് ഇൻട്രസ്റ്റിൻ്റെ കയ്യിലായിരുന്നു പൂജാരിമാർ. എന്നിട്ട് ഈ പാണ്ടകളൊക്കെ തടഞ്ഞ് കുത്തിനും പിടിച്ച് കാശ് മേടിക്കുന്ന സമ്പ്രദായമൊക്കെ ഇല്ല. ഞാൻ വാരണസിയിൽ ഇത് അനുഭവിച്ചിട്ടുണ്ട്. കാശിയിൽ ഈ ഇപ്പോൾ പോകുന്നിടത്തെല്ലാം ചാണകമൊക്കെ കുതിരച്ചാണകം കിടക്കും, ആകെ മോശമാണ്. ഇപ്പോൾ അത് മാറ്റിയിട്ടാണ് യോഗി വലിയ കാശി കോറിഡോർ ഉണ്ടാക്കി ഗംഗയിൽ നിന്നും നേരെ വാരണസി ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. ആ സ്ഥലം ഏറ്റെടുത്ത് അവിടെയുള്ളവർക്ക് കോമ്പൻസേഷൻ കൊടുത്ത് രാത്രി ഒഴിപ്പിച്ചെല്ലാം ക്ലീനാക്കി. ഇതില്ലാതിരുന്ന കാലത്താണ് ഞാൻ പോയത്. പോയി കഴിഞ്ഞാൽ നമ്മളിവരുടെ കയ്യിൽ പെടും ഈ പൂജാരികളുടെ പണ്ടകളുടെ. അവർ കയ്യിൽപ്പെട്ട് അപ്പോൾ എന്നോട് ചോദിച്ചു, അച്ഛനും അമ്മയും ഉണ്ടോ? ഞാൻ പറഞ്ഞു ഉണ്ട്, കൂടെ വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും ശ്രാദ്ധം ചെയ്യണം. അപ്പോൾ ഭാര്യ പറഞ്ഞു, അങ്ങേർക്ക് തെറ്റിയത് അച്ഛനും അമ്മയും ഇല്ല. അച്ഛനും അമ്മയും ഇല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും കൂടെ ശ്രാദ്ധം ചെയ്യണം. എങ്ങനെ പോയാലും ശ്രാദ്ധം ചെയ്യണം. ചുരുക്കി പറഞ്ഞ് ഇയാളുടെ പിടിയിൽ നിന്ന് ഇയാൾ കൂടെ വരും, വേറൊരാൾ സഹായിക്കും. നമുക്കൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല. ആരോടാ സഹായം ചോദിക്കുക? ഒന്നുമില്ല. പിൽക്കാലത്ത് ഞാൻ അറിഞ്ഞു, RSSൻ്റെ സേവാഭാരതിക്കാരില്ലേ, അവർ ഈ പണ്ടകളെ തടയാൻ തുടങ്ങി. ഈ കൊള്ളയടി സമ്മതിക്കില്ല. അന്ന് എൻ്റെ കയ്യിൽ നിന്ന് ഈ ശ്രാദ്ധത്തിന് വേണ്ടി 28 രൂപ ആ കക്ഷിക്ക് ഞാൻ കൊടുത്തു. അപ്പോൾ അതിൽ മിനിമം എമൗണ്ട് ആണെന്ന് തോന്നുന്നു, 28 രൂപ കൊടുത്തിട്ടാണ് അവനെൻ്റെ പെടലിൽ നിന്ന് കൈവിട്ടത്. ഇങ്ങനെ കൊള്ളയടിക്കുന്ന ആൾക്കാർ. അപ്പോൾ അവിടെയുള്ള പലരുടെയും ആഗ്രഹം ഇത് സർക്കാർ ഏറ്റെടുക്കണം, ശരിയാക്കണം എന്നാണ്. ഇതാണ് വൈഷ്ണോദേവിയിൽ അദ്ദേഹത്തിൻ്റെ ജഗ്മോഹൻ. അവിടെയൊക്കെ ഏറ്റെടുത്താലും അവിശ്വാസികളെ കുത്തി നിറക്കത്തില്ല. ഈ ഇൻഹറൻ്റായിട്ട് സൊസൈറ്റിയിൽ ചില സ്വഭാവങ്ങളുണ്ട്. അത് മാറ്റാനായിട്ട് സമ്പൂർണ്ണമായ ബോധവൽക്കരണം, നിരന്തരമായ പ്രവർത്തനം, ഇതൊക്കെ ആവശ്യമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ കണ്ണടച്ച് തുറന്ന് പെട്ടെന്നൊരു കോടതി വിധി വന്നു എല്ലാം
ശുദ്ധം ശാന്തം അങ്ങനെ സംഭവിക്കില്ല. ഈ പ്രൈവറ്റ് ക്ഷേത്രങ്ങൾ എടുത്തു നോക്കൂ, അവിടെ കൊള്ളയടി നടക്കുന്നില്ലേ? ഞാൻ തിരുവിതാംകൂർ ബോർഡിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് എടുത്തു നോക്കി, വളരെ പഴയ ഓഡിറ്റ് റിപ്പോർട്ടാണ്. ക്ഷേത്രോപദേശക സമിതി അവർ നടത്തിയ വെട്ടിപ്പുണ്ട്. ക്ഷേത്ര മാനേജർ, എക്സിക്യൂട്ടീവ് ഓഫീസർ ഇവർ നടത്തുന്ന ദേവസ്വം വക വെട്ടിപ്പ്, പിന്നെ ഭക്തന്മാർ വക വെട്ടിപ്പ് വേറെ. ഇതൊക്കെ നടത്തുന്നുണ്ട് ക്ഷേത്രങ്ങൾ. ഈ പറയുന്ന വലിയ ഭക്തന്മാർ കൂടുതൽ കുങ്കുമവും ഭസ്മവും ഒക്കെ പൂശിയിരിക്കുന്ന കാണുമ്പോൾ തന്നെ എനിക്ക് ചെറിയൊരു പേടി എനിക്ക് തോന്നും. ഈ കയ്യിൽ ഒരുപാട് ചരടും ഒക്കെ ആയിട്ട് ഇയാൾ പ്രശ്നക്കാരൻ. കാരണം ഞാനല്ല, ത്യാഗരാജൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഇത്രയും ചാരന്മാരി പൂശിയിട്ട് നിങ്ങൾക്ക് മോക്ഷം കിട്ടുമെങ്കിൽ പട്ടിക്കാണ് ആദ്യം മോക്ഷം കിട്ടുന്നത്. അത് ചാരത്തിനകത്ത് തന്നെ. ത്യാഗരാജൻ്റെ കൃതി അമ്പലത്തിലൊക്കെ വയ്ക്കുകയും പാടുകയൊക്കെ ചെയ്ത് എല്ലാവരും ആസ്വദിക്കും. ആ കൃതികളുടെ അർത്ഥമുണ്ടല്ലോ, അത് അതിഭീകരമാണ്. അത് നമുക്ക് വേറൊരു എപ്പിസോഡിൽ ഞാൻ പറയാം. ഏതായാലും മോദി വീണ്ടും വരും, ക്ഷേത്രങ്ങളൊക്കെ വിശ്വാസികൾക്ക് തിരിച്ചു കൊടുക്കുമെന്നൊക്കെ പറയുന്ന ആളുകൾ ടി ജിയുടെ ഈ വാക്കുകൾ സ്വപ്നലോകത്തിനാണ്, അതൊന്നും സാധ്യത. ടി ജി പറഞ്ഞത് ഒരിക്കൽ കൂടി ആവർത്തിക്കാം. യു ഹാവ് ടു സ്ട്രഗിൾ, എവറി ഹിന്ദു ഹാസ് ടു സ്ട്രഗിൾ ഫോർ ഹിസ് എക്സിസ്റ്റൻസ്, ടു മെയിൻറ്റെയിൻ ഹിസ് ഡിഗ്നിറ്റി, ടു റിമൂവ് ഹിസ് സിവിലൈസേഷണൽ വൂൺസ്. എവറി ഹിന്ദു ഹാസ് ടു സ്റ്റാൻഡ് അപ്പ് ആൻഡ് വർക്ക്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.